നമസ്കാരം. മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിനോട് ക്ലാഷ് വെച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമയാണ്, അതായത് പേട്ടേറ്റിന് ക്ലാഷ് വെച്ച് തിയേറ്ററിലെത്തിയ ധനുഷ് ചിത്രമാണ് കര. ഇന്നലെ കര എന്ന് പറയുന്ന സിനിമ ഞാൻ PVR-ൽ പോയി കണ്ടിരുന്നു. അപ്പൊ സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് നിന്ന് പങ്കുവെക്കുകയാണ്. ഈ കര ഞാൻ കാണാൻ പോകാനുള്ള കാരണം പോർത്തുഗൽ എന്ന് പറയുന്ന വിഘ്നേഷിന്റെ ഇതിനു മുമ്പുള്ള സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഡിറക്ഷനിൽ ഇറങ്ങിയ പോർത്തുഗൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഒരു വലിയ രീതിയിലുള്ള ഒരു വിശ്വാസത്തേക്ക് തോന്നും, നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംവിധായകനൊക്കെ ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയത്. സത്യം പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിരാശാജനകം എന്ന് പറയാതെ വയ്യ. പോർത്തുഗൽ വിഘ്നേഷ് തന്നെയാണോ പിടിച്ചത് എന്ന് തോന്നിപ്പോയി. തിരക്കഥയുടെ അഭാവം, തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മ ഒക്കെ സിനിമയിൽ ഉടനീളം പ്രകടമായിരുന്നു. ഇഡ്ലിക്കട എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതിനു മുമ്പ് ധനുഷിൻ്റെതായിട്ട് തിയേറ്ററുകളിൽ എത്തിയത്. ഇഡ്ലിക്കടയുടെ മറ്റൊരു പ്രോ വേർഷൻ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. മാത്രവുമല്ല, സിനിമയിൽ ഒരുപാട് മലയാളി താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, മമിത ബൈജു, അതുപോലെ തന്നെ അബു സലീം, അതുപോലെ ജയറാം, അങ്ങനെ നിരവധി ഒരു വലിയ മലയാളി നിര തന്നെ നമുക്ക് സിനിമയിൽ കാണാൻ സാധിച്ചു. പക്ഷെ അവർക്കൊന്നും മികവുറ്റ ഒരു വേഷം കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സുരാജിന്റെയൊക്കെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്തരത്തിലൊരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാണാൻ കഴിഞ്ഞില്ല. പെർഫോമൻസ് വൈസ് ആണെങ്കിൽ പോലും സിനിമ നമ്മളെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു പാസക്കഥ തന്നെയാണ് പറഞ്ഞു പോയത്. നമ്മൾ ഇഡ്ലിക്കടയിലൊക്കെ എന്താണ് കണ്ടത്? അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നടക്കുന്ന ഒരു മകന്റെ കഥയാണ് കണ്ടതെങ്കിൽ ഈ സിനിമയിലും കരയിലും അത് തന്നെയാണ് കാണുന്നത്. ഒരു കള്ളനായിട്ടുള്ള മകൻ അച്ഛന്റെ ആഗ്രഹം നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടം. ഒപ്പം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന കർഷകരെയൊക്കെ ഒരുപാട് ചൂഷണം ചെയ്യുന്ന സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതിനെതിരെ പോരാടുന്ന ഒരു നായകൻ, അവർക്ക് നീതി നേടിക്കൊടുക്കുന്ന ഒരു നായകൻ, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതേ കഥ തന്നെ ആണ് ഈ കര എന്ന് പറയുന്ന സിനിമയും മുന്നോട്ട് വെക്കുന്നത്. മമിത ബൈജുവിനൊക്കെ കുറച്ചുകൂടി സീൻ ആ സിനിമയിൽ കൊടുക്കാമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ മമിതയെ കാണിച്ചു പോകുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് മമിതയ്ക്കൊക്കെ ഒന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ള സ്പേസ് സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ല. ജയറാമേട്ടനാണ് പിന്നെയും കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തത്. സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ സിനിമ എന്താ പറയാ, നമ്മളെ നിരാശപ്പെടുത്തുന്ന പോലെ തോന്നി. ആദ്യ ഭാഗം ഒരു പക്കാ പാസമാണ് പറഞ്ഞതെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ സിനിമ കുറച്ചുകൂടിയൊക്കെ വേഗത കൈവരിക്കുന്നുണ്ട്. സിനിമ കുറച്ചുകൂടിയൊക്കെ പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും 2 മണിക്കൂർ 41 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. നമ്മളെ വല്ലാതെ അങ്ങ് ഇരുത്തി കൊന്നുകളയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ മ്യൂസിക് തന്നെയാണ്. വളരെ ഗംഭീരമായിട്ട് സിനിമയുടെ മ്യൂസിക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ധനുഷിനൊരു സോങ്ങും ഉണ്ട്, അതും എനിക്ക് വളരെ മികവുറ്റതായിട്ട് തോന്നി. ഇത്രയും ദൈർഘ്യം ആ സിനിമയ്ക്ക് വേണ്ടിയിരുന്നോ എന്നുള്ള കാര്യമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും കര എന്ന് പറയുന്ന ഈ സിനിമ, അതായത് അതിൽ കരസ്വാമി എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് ധനുഷ് വരുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വമ്പൻ ഹിറ്റ് സമ്മാനിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തിയേറ്ററിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ തകർന്ന് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ധനുഷ് സിനിമ തെരഞ്ഞെടുക്കുന്നതിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരെ, അല്ലെങ്കിൽ ധനുഷ് ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിപ്പോയി. കാരണം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ധനുഷ് എന്ന് പറയുന്നത്. പക്ഷെ ധനുഷ് ഈ ഇടക്കാലത്ത് എടുക്കുന്ന സിനിമകളൊന്നും നമ്മളെ ഒട്ടും സംതൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഏറെ നിരാശാജനകം എന്ന് പറയാതെ വയ്യ. എന്തായാലും കര എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ ഒരു 1.5 മാത്രമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.